ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു വയസ്സ് വരെ, അതായത് 6 മാസം മുതൽ 12 മാസം വരെ ഐബൂസിന്റെ ഫുഡ് റൂട്ടീൻ എങ്ങനെയായിരുന്നു, അവന് എപ്പോഴാണ് ഞാൻ സോളിഡ് ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്, 6 മാസം മുന്നേ ഞാൻ കൊടുത്തോ അല്ലെങ്കിൽ 6 മാസത്തിന് മുന്നേ ഞാൻ വെള്ളം കൊടുക്കുമായിരുന്നോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്ത് ഫുഡാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതെങ്ങനെയാണ് കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ മാസം ഏതൊക്കെ ഫുഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോണത്. അപ്പം ഐബൂസിന് ഇപ്പോൾ 2 വയസ്സാവാറായി. അപ്പൊ ഞാൻ 1 to 2 ഇയേഴ്സിന്റെ ഫുഡ് റൂട്ടീൻ ഞാൻ എന്തായാലും ഉടനെ ചെയ്യാം. അപ്പൊ ഇപ്പോ ഞാൻ 6 to 12 months വരെയുള്ള കുട്ടികളുടെ ഫുഡ് റൂട്ടീൻ, കുട്ടികളുടെ അല്ല, ഞാൻ എന്റെ മോനെ എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോ കാണാം. ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് 6 മാസത്തിലാണ്, അതായത് 180 days കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഐബൂസിന് സോളിഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് തന്നെയായിരുന്നു. വേറെ വെള്ളം പോലും ഞാൻ കൊടുത്തിട്ടില്ല. ബിക്കോസ് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലവരൊക്കെ പറയും കുഞ്ഞിന് ദാഹിക്കും വെള്ളം കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ബ്രസ്റ്റ് മിൽക്കിൽ 70% വെള്ളം തന്നെയാണ്. ബാക്കി ഒരു എത്ര പെർസെന്റേജ് മാത്രമേ ഉള്ളൂ അവന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ വെള്ളം എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 6 മാസം വരെ കുഞ്ഞിന് ഫുഡിന്റെയും ആവശ്യമില്ല. അതിന്റെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഒരു 6 months കംപ്ലീറ്റ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു 180 days കംപ്ലീറ്റ് ആകുമ്പോഴാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ കുഞ്ഞിന് ഡൈജസ്റ്റ് ആവുകയുള്ളൂ, ദഹിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദഹിക്കാതെ കിടന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, ഗ്യാസ് ട്രബിളും ഒക്കെ കുഞ്ഞിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു 6 months വരെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ചെയ്യാം. വെള്ളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ 6 months ശേഷം നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമില്ല. ബട്ട് നമ്മള് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മളൊരു പനി വരുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞിനെ വാക്സിൻ എടുക്കുന്ന ടൈമിനോ മാത്രം ഡോക്ടറിനെ കാണാതെ അവന്റെ ഓരോരോ പ്രായത്തിൽ നമ്മൾ ഡോക്ടറിനെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അവന്റെ മൈൽ സ്റ്റോൺസ് ഒക്കെ അവൻ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞങ്ങൾ അതിന് മുന്നേ തന്നെ 6 മാസത്തിന് മുന്നേ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കണ്ണങ്കായ പൗഡറാണ്. കണ്ണങ്കായ പൗഡർ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ ഈ കണ്ണങ്കായ ഉള്ള വീട്ടിൽ, അതായത് ഇതിന്റെ വാഴ ഉള്ള വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വാപ്പ പോയിട്ട് ഡയറക്റ്റ് മേടിച്ചുകൊണ്ട് വരുമായിരുന്നു ചെയ്തത്. കാര്യം നമ്മൾ ഫസ്റ്റ് കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡാണ്. നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് കെയർ ചെയ്ത് മാത്രമാണ് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് അത്രയും നാള് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാണ്. പെട്ടെന്ന് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പഴ അതിനകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിനത് ഇഷ്യൂസ് ഉണ്ടാക്കും, അലർജി കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ അത്രയും കെയർ ചെയ്തതിന് ശേഷം മാത്രമേ, ഇപ്പൊ നമ്മൾ കണ്ണങ്കായാണ് മേടിക്കുന്നെങ്കിൽ രാസവളങ്ങളൊന്നും ചേർക്കാത്ത പ്യുവർ ആയിട്ടുള്ള വാഴയിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ അത്രയും ബെറ്റർ. ഞങ്ങൾ അങ്ങനെ ഒരിടത്ത് പോയി തപ്പി കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ മേടിച്ചത്. എന്തായാലും നമ്മൾ ഒരു 6 മാസം ആകുമ്പോൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് മുന്നേ തന്നെ ഈ കണ്ണങ്കായാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കണ്ണങ്കായ മേടിക്കാം. അത് അരിഞ്ഞ് നല്ലോണം വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. അപ്പൊ നമുക്ക് 6 മാസം ആകുമ്പോൾ അത് കലക്കിയിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാം. ആ സമയത്ത് പോയിട്ട് നമ്മൾ കണ്ണങ്കായ തിരക്കി പോലും മഴയുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെ ആകെ പ്രശ്നം വരും. അപ്പൊ നമ്മൾ കുറച്ച് എന്തായാലും നമ്മൾ ഫുഡ് കൊടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ച് കേടായി പോകുന്നു വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാം പൊടിക്കാതെ തന്നെ കായ നമ്മൾ ഉണക്കി വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ വേറൊരു ഡബ്ബയിലാക്കി വെക്കാം. പൊടിച്ചത് അത്യാവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് കുറുക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യാം. തീരുന്നതിനനുസരിച്ച് ബാക്കി പൊടിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ആറിയ വെള്ളം മാത്രമാണ് ഞാൻ ഈ കുറുക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ 2-3 സ്പൂൺ എടുത്ത് ഒരു പാത്രത്തിൽ, നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ആ 2-3 സ്പൂൺ ഇട്ടതിന് ശേഷം ഈ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നല്ലോണം ഇളക്കിയിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്ത് തന്നെ കുറുക്കുക. അല്ലാതെ പെട്ടെന്ന് കുറുക്കി എടുക്കല്ല ചെയ്യുന്നത്. സമയം എടുത്ത് തന്നെ കുറുക്കിയിട്ടാണ്. ഒരു 10 minutes ഒക്കെ അത്യാവശ്യം നമ്മൾ എടുക്കും അതൊന്ന് വെന്ത് വരാനായിട്ട്. അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് പനങ്കൽക്കണ്ട മേടിച്ചിട്ട് അത് ഉരുക്കി വെച്ചിട്ടുണ്ടാവും. അത് 1 സ്പൂൺ ഒഴിക്കാം. ഒരുപാട് ഒഴിക്കണ്ട. ഇപ്പൊ തന്നെ നമ്മൾ മധുരം കുറെ കൊടുത്ത് ശീലിപ്പിക്കണ്ട. ആ സമയത്തൊക്കെ പനങ്കൽക്കണ്ടം നല്ലതായതുകൊണ്ട് ഞാൻ 1 സ്പൂൺ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പനങ്കൽക്കണ്ടത്തിന് പുറമെ ഞാൻ മറ്റേ ജാഗരി അതും ഇതേപോലെ തന്നെ സിറപ്പാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. കാര്യം ജാഗരിയിലാകുമ്പോഴത്തേനും കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതൽ ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അതും
സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫ്ലേവർ മാറ്റി മാറ്റി ഇപ്പം ഇന്ന് പനങ്കൽക്കണ്ടത്തിൻ്റെതാണ് കഴിക്കണമെങ്കിൽ നാളെ ഈ ജാഗരിയുടെ ആ ഒരു സിറപ്പായിരിക്കും ഒഴിക്കണേ. അങ്ങനെ ടേസ്റ്റ് മാറ്റി മാറ്റി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക ബോറടിക്കാതെ അല്ലെങ്കിൽ മടിക്കാതെ അവർ കുടിച്ചോളും. രണ്ടാമതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാഗി തന്നെയാണ് കേട്ടോ. റാഗി എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ആയുർവേദ കടയിൽ പോയിട്ട് റാഗി മേടിച്ചിട്ട് ആ റാഗി നല്ലോണം കഴുകിയിട്ട് കുതിർത്ത് വെക്കും. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്തിട്ട് അരച്ച് നമ്മൾ നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞ് അതിന്റെ പാൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ പാല് വെച്ചിട്ടാണ് കുറുക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പം ആ കുറുക്ക് ഉണ്ടായിരുന്ന സമയത്ത് കുറുക്ക് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ. ആ ഒരു കുറുക്ക് നമ്മൾ ബാക്കി വരുന്നത് നമ്മുടെ അമ്മമാരും കുടിക്കും. അപ്പൊ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെ അത് നല്ലോണം കുറുക്കിയതിന് ശേഷം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജാഗരിയുടെ സിറപ്പ് ഒഴിച്ചിട്ട് അവസാനമാകുമ്പോഴത്തേനും കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിന്റെ മുകളിൽ ഒഴിക്കും, നല്ലൊരു ടേസ്റ്റിന് വേണ്ടി. കാരണം നമുക്ക് ഈ 1 വയസ്സ് വരെ നമുക്ക് പാല് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. യൂസ് ചെയ്യണ്ട, ഞാൻ ചെയ്തിട്ടില്ല. കുറെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് ചെയ്യണ്ട എന്നുള്ളതായതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 1 വയസ്സ് വരെ കുഞ്ഞിന് പാല് കുറുക്കുണ്ടാക്കാൻ പോലും ഞാൻ എടുത്തിട്ടേ ഇല്ല. 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പശുവിൻ പാല് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ചിലര് റാഗി പൗഡറായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു പേടിക്കാര്യം അതിന്റെ തവിടൊക്കെ വയറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ എടുക്കും എന്നുള്ളത് കേട്ടിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് ഉറക്കുണ്ടാവില്ല രാത്രി. ഇനി വയറുവേദനയും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒട്ടും ഉറങ്ങിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അത് പാടെ സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ പാല് തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് തന്നെയാണ് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതായത് നമ്മൾ 6 മാസത്തിലാണ് കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഇപ്പൊ കണ്ണങ്കായ പൗഡറാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങുമ്പം ഒരു നേരം കൊടുക്കാം. ഈവൻ നമ്മൾ രാവിലെ എണീച്ച് വന്ന് നമ്മൾ പാല് കൊടുത്തോണ്ടായിരിക്കുമല്ലോ എണീച്ച് വരുന്നത്. അപ്പൊ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വട്ടം ഫീഡ് ചെയ്യാം. അതൊരു 4 ദിവസം ആ രാവിലെ ഒരു നേരം മാത്രം കൊടുക്കുക. കാര്യം ഇങ്ങനെ 4 ദിവസം കൊടുക്കാൻ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കാര്യം കൊണ്ട് കുഞ്ഞിന് അലർജി വരികയാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫുഡിൻ്റെതാണ് ആ അലർജി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ മിക്സ് ആയിട്ട് ഫുഡ് കൊടുത്തോണ്ടിരുന്ന ഏത് ഫുഡ് കൊണ്ടാണ് കുഞ്ഞിന് അലർജി വന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാരണം കൊണ്ട് ഒരു 4 ദിവസം ഒരു നേരം ആ ഫുഡ് തന്നെ കൊടുത്തു നോക്കാം. കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ 2 നേരം ആക്കാം, രാവിലെ വൈകുന്നേരം ആക്കി ആ ഫുഡ് തന്നെ കൊടുക്കാം. പിന്നെ കുറച്ച് ദിവസം ഒരു 4 ദിവസം കൂടി കഴിയുമ്പോഴത്തേന് അത് 3 നേരം ആക്കാം. അപ്പൊ കുഞ്ഞിന് 3 നേരം തന്നെ ഫുഡ് കൊടുക്കാം. ഇനി 3 നേരം ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം മാറ്റി മാറ്റി കൊടുക്കാം. അടുത്ത ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് റാഗി, ഞാൻ രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാഗി ആണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ റാഗി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സൂചി ഗോതമ്പ് ഇതേപോലെ തന്നെ റാഗി കുതിർക്കാൻ വെക്കുന്ന പോലെ തന്നെ സൂചി ഗോതമ്പും കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ചിട്ട് അതിന്റെ പാൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞവരരിയും ഇതേപോലെ തന്നെ കുതിർത്തിട്ട് പിഴിഞ്ഞിട്ട് പാൽ എക്സ്ട്രാക്ട് ചെയ്ത് അതും ഇതുപോലെ തന്നെ കുറുക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 6 മാസത്തിൽ ഫുഡ് തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരു 7 മാസം, ഒരു 6 മാസം വരെ ഈ കുറുക്കുകളൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് 7 മാസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അതായത് ഈ മത്തങ്ങ, പിന്നെന്താ ഇങ്ങനത്തെ ക്യാരറ്റ്, ഇതൊക്കെ പുഴുങ്ങിയിട്ട് സ്മാഷ് ചെയ്ത് പ്യൂരി പോലെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ പ്യൂരി, അങ്ങനെ ഫ്രൂട്ട്സ്, മാംഗോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരു 7 മാസമായപ്പോൾ തന്നെ ഞാൻ കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പ്യൂരി ആയിട്ടും പിന്നെ നമ്മുടെ ഓറഞ്ചിന്റെ കല്ലിയൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ മുട്ട കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ഇതൊക്കെ ഡോക്ടർ ഇന്ന മാസത്തിൽ എന്തൊക്കെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തന്നതിന്റെ പേരിൽ അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8 മാസം ആയപ്പോഴത്തേക്കും ഞാൻ മുട്ട കൊടുക്കാൻ തുടങ്ങി. അപ്പം കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, മുട്ട കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് അലർജി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 8-ാം മാസത്തിൽ നമ്മൾ മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം മഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവൻ ഓക്കെ ആ ഒരു മാസം അങ്ങനെ പോട്ടെ, മഞ്ഞ തന്നെ കഴിച്ചോട്ടെ. നമുക്ക് മഞ്ഞ വെറുതെ പൊടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡിന്റെ ചോറിന്റെ ഒപ്പൊക്കെ കുഴച്ചിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുക്കുക. അങ്ങനെ മഞ്ഞ പൊക്കോട്ടെ, ഉള്ളിലേക്ക് പൊക്കോട്ടെ. അതിനുശേഷം മുട്ട വെള്ള അപ്പം കൊടുക്കണ്ട. അപ്പൊ വെള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ഒരു 9-ാമത്തെ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയുടെ വെള്ള ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മുട്ടയുടെ വെള്ള കൊടുത്തിട്ട് കുഞ്ഞിന് അലർജിയും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയിലാണല്ലോ പ്രോട്ടീൻ ഇരിക്കുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് പ്രോട്ടീൻ അലർജി ഉള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ഈ മുട്ടയുടെ വെള്ള കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് അലർജി വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം തന്നെ മുട്ടയുടെ മഞ്ഞ കൊടുത്ത്
നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ 1 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം മുട്ടയുടെ വെള്ള നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ 1 മാസം തന്നെ ഞാൻ ചിക്കനും മീനും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ എന്ന് വെച്ചാൽ ചിക്കൻ പ്യൂരി ആയിട്ടും ഫിഷ് ഇതേപോലെ തന്നെ ഞാൻ സ്മാഷ് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനൊരു 7 മാസമൊക്കെ ആയപ്പോ തന്നെ നമ്മുടെ എന്താ പറയാ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതായത് പയറ്, പരിപ്പ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ചോറ് നമ്മൾ വേവിക്കാൻ വെക്കുന്നതിനോടൊപ്പം പയറും കൂടെ വേവിച്ചിട്ട് അങ്ങനെ ഉടച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ 7-ാം മാസത്തിൽ തന്നെ ഞാൻ പ്രോട്ടീനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും മുട്ടയുടെ മഞ്ഞയൊക്കെ കൊടുത്തു തുടങ്ങി. 9 മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും മുട്ടയുടെ വെള്ളയും കൊടുത്തു. ചിക്കൻ, മീൻ, ബീഫ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസും ഞാൻ ഒരു 10 മാസം കൊണ്ട് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മാസം ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞിനെ പതിയെ നമ്മുടെ ഫാമിലി പോട്ടിലേക്ക് മാറ്റാം. അതായത് രാവിലെ നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കുറച്ച് കൊടുക്കുക, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചോറ് അത് കുറച്ച് കൊടുക്കുക, രാത്രി എന്താണോ നമ്മൾ കഴിക്കുന്നത് അത് കൊടുക്കുക, ഇടനേരങ്ങളിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് കൊടുക്കുക. അല്ലാതെ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കല് നമ്മൾ നിർത്തുക. അങ്ങനെ ആകുമ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഗ്രാജുവലി അവൻ നമ്മുടെ ഫാമിലി പോട്ടുമായിട്ട് ഇണങ്ങിച്ചേരും. അപ്പൊ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അവനും കഴിച്ചോളൂ. അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ന ഫുഡ് അവൻ കഴിക്കൂല, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലേ അവൻ കഴിക്കും, അങ്ങനെയുള്ള വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്കിങ്ങനെ കുഞ്ഞിനെ മടിയിൽ കിടത്തിയിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. ഇനി എങ്ങാനും കുഞ്ഞിന്റെ തരിപ്പിൽ കയറി പോവോ, എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സോളിഡ് ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ബുക്ക് ചെയ്ത ഒരു സാധനമാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുക. ഹൈ ചെയർ ആണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതായത് ഇതിന് ബെൽറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് കാരണം കൊണ്ട് അവനക്കൊരു ട്രേ തന്നെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുഡ് എന്തെങ്കിലും ആപ്പിളോ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൻ സെൽഫ് ഫീഡിങ്ങും അവന് തന്നെ വേണമെങ്കിൽ അവൻ എടുത്ത് കഴിച്ചോളും. ബേബി ലെഡ് വീനിങ്ങിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഹൈ ചെയർ. അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് പിന്നെ നമ്മുടെ ഈ ഒരു ഫുഡ് ബൗള്, അതായത് ഇതൊരു സക്ഷൻ ബൗളാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ട്രേയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ. അതിങ്ങനെ അവൻ തട്ടിയാലും മറിച്ചാലും ഒന്നും പോവില്ല. അങ്ങനത്തെ ഒരു സക്ഷൻ ബൗളുണ്ട്, അത് ഞാൻ ഇവിടെ കാണിക്കാം. അതും അതിന്റെ തന്നെ സ്പൂണും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ബിബും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കില്. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ആ ഒരു സ്പൂണിന്റെ ഭയങ്കര വലുതായതുകൊണ്ട് അവനിക്ക് അവന്റെ കുഞ്ഞു വായല്ലേ, അപ്പൊ ഫുഡ് കൊടുക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അതാരണം കൊണ്ട് ഞാൻ വേറെ 2 സ്പൂൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലാപ്പിന്റെ. അത് കിട്ടില്ലെന്നായിരുന്നു കേട്ടോ. ഇതെല്ലാം സിലിക്കോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. 100% ഫുഡ് ഗ്രേഡ് ആണ്. അപ്പം ചിലവർ പറയും കുഞ്ഞിന് ഇങ്ങനത്തെ എന്താ പറയാ ഇങ്ങനത്തെ പാത്രത്തിലൊന്നും ഫുഡ് കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ ഇല്ല, കുഴപ്പമൊന്നുമില്ല. 100% ഫുഡ് ഗ്രേഡ് ആണ്. നമ്മൾ അമ്മമാർ അത്രയും സൂക്ഷിച്ചല്ലേ മേടിക്കുള്ളൂ. നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ മേടിക്കാറ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കുഞ്ഞിന് ഫസ്റ്റ് വീനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മേടിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്ന് കമന്റ് സെക്ഷനിൽ ചോദിക്കാട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. അപ്പൊ അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഇത്രയും ദീർഘിപ്പിച്ചത് മതി എന്ന് തോന്നുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.